ഇനി തീവ്രവാദികളെ കാണാൻ തോന്നുവാണെങ്കിൽ നേരെ പാകിസ്ഥാനിലോട്ടോ അഫ്ഗാനിസ്ഥാനിലോട്ടോ ഒക്കെ ഒന്നും പോകേണ്ട ഒരു കാര്യവും. ഇവിടെ നിന്നോ, ഇവിടെ വെയിറ്റ് ചെയ്തോ, നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. നാഴികയ്ക്ക് 40 വട്ടം ഇത് ഞങ്ങളുടെ രാജ്യം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് മറ്റ് ജാതിയിലുള്ള മതത്തിലുള്ളവരുടെയൊക്കെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഒക്കെ കൈ കടത്തി കൈയിട്ട് വരുന്ന ഇവറ്റകളെ തീവ്രവാദി എന്നല്ലാതെ പിന്നെ എന്നാ പറയാനാ. ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു വീഡിയോ, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന ഒരു വീഡിയോ, ഒരു എൻ്റെ രോമങ്ങളൊക്കെ എണ്ണീറ്റ് നിന്നൊരു വീഡിയോ ആണ് ഇത്. തീവ്രവാദം മനസ്സിൽ കൊണ്ടു നടക്കുന്ന എല്ലാത്തിന്റെയും കുരുപൊട്ടി പൊട്ടണമുണ്ട്, ഞരടി പൊട്ടിക്കണമുണ്ട്. ഉത്തരാഖണ്ഡിലെ പൗളി ഗർവാളിലാണ് സംഭവം. ദീപക് തന്റെ സുഹൃത്തുക്കളുടെ കടയിലിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കടയിൽ ഒരു സംഘം ആളുകൾ അഹമ്മദ് എന്ന ഒരു വയോധികനെ വളഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടത്. ബാബ സ്കൂൾ ഡ്രസ് ആൻഡ് മാച്ചിങ് സെന്റർ എന്നായിരുന്നു ആ കടയുടെ പേര്. പേരിൽ നിന്ന് ബാബ എന്ന വാക്കൊഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അതിക്രമങ്ങൾ. ഇത് കണ്ട ദീപക് അക്രമി സംഘത്തെ ചോദ്യം ചെയ്തു. മറ്റുള്ളവർക്ക് കടയ്ക്ക് ബാബ എന്ന പേരിടാമെങ്കിൽ എന്തുകൊണ്ട് അഹമ്മദിന് പറ്റില്ല എന്ന ബിജെപിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അഭിജിത്ത് ദീപകിന്റെ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണമാണ് അതിനെക്കാട്ടിലും സൂപ്പർ. പുള്ളി പറഞ്ഞേക്കുന്നത് എന്താ പറയുക, മതവും വർഗീയതയും പറഞ്ഞ് ഇനി വരുന്ന തലമുറയെ നശിപ്പിക്കാവുന്ന യാതൊരു മോഹവും നടക്കത്തില്ല. ഇതാണ് ഈ അഭിജിത്തിന്റെ ഒരു മാസ് പ്രതികരണമാണിത്. ഈ മതവും വർഗീയതയൊക്കെ തലയിലോട്ട് കുത്തിക്കയറ്റി ഇപ്പോഴത്തെ യുവതലമുറയെ ഈ നശിപ്പിക്കുന്ന ആ ഒരു ഈ പഴയ ബുദ്ധിരാക്ഷസന്മാരുണ്ടല്ലോ, പഴയ കുറെ കാവന്മാര്, അവരുടെയൊക്കെ ഇപ്പോഴത്തെ ആയുധം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. ഈ എന്തോ പറഞ്ഞല്ലോ അതിനകത്ത് വർഗീയത. ഇപ്പം നമ്മുടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ നമ്മുടെ കേരളത്തിന്റെ ഈ രാജവമ്പാലയും മൂർഖനും ഒക്കെ വന്ന് റീചാർജ് ചെയ്യുന്ന ഒരു മിഷൻ ഉണ്ടല്ലോ ഇവിടുത്തെ പമ്പ്. ശശികല ടീച്ചർ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, പൊക്കി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പം ഒന്നും കിട്ടാത്തതുകൊണ്ട് മോഹൻലാലിന്റെ മോടെ നെഞ്ചത്തോട്ടൊക്കെയാണ് കയറാൻ ചെന്നിരിക്കുന്നത്. അവിടുന്ന് ഉള്ളതൊക്കെ കിട്ടി അടപടലും റീജി തെറ്റി ഇനി വരും ഒക്കെ നമുക്ക് വഴിയേ പറയാം. അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. അവരുടെ ഒന്നും ഇനിയുള്ള കളികളൊന്നും നടക്കത്തില്ലെന്നാണ് നമ്മുടെ അഭിജിത്ത് പറഞ്ഞേക്കുന്നത്. അത് എന്തായാലും നല്ല ഒരു മുന്നറിയിപ്പാണ് പുള്ളി തന്നേക്കുന്നത്. അത് നമ്മൾ ഒരു ഡയലോഗ് ചെറുതാണെങ്കിൽ അതിനകത്ത് വ്യാപ്തി വളരെ വലുതാണ്. ഈ കളവന്മാരുടെ ഈ സ്വേച്ഛാധിപതികളുടെ ഒരു ഇരട്ടത്താപ്പ് നടപടിയൊന്നും ഇനി വില പോകില്ല. എന്ന് വെച്ചാൽ ഈ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് രാഷ്ട്രബോധവും രാഷ്ട്രീയ ബോധവും ഒക്കെ കൈവന്ന കുട്ടികളാണ് ഇനി വരുന്ന ജെൻസി പിള്ളേർ. അല്ലാതെ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയിരിക്കുന്ന വെറും ഉണ്ണേക്കന്മാരല്ലെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഈ കേന്ദ്ര സർക്കാരിനെതിരെ വാ തുറന്നാൽ ഉടനെ അവരെ പിടിച്ചങ്ങ് രാജ്യദ്രോഹികളാക്കുക, അവരെ ഈ ഇന്ത്യ മഹാരാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്നവരായിട്ട് അങ്ങ് ചിത്രീകരിക്കുക. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് എതിർപ്പ് തന്നെയാണ്. അവർ വെറും ചെറ്റകളാണ്. അവർ സത്യം പറഞ്ഞാൽ അവരെയൊക്കെയാണ് ഈ പാകിസ്ഥാനിലോട്ടും അഫ്ഗാനിസ്ഥാനിലോട്ടും ഒക്കെ നാട് കടത്തി വിട്ടണം. അല്ലെങ്കിൽ ഇല്ല രാവിലെ ഒരു വെണ്ണുമ്പുള്ള വന്ന് ഒരാളെ വെടിവെച്ച് കൊല്ലണം, അത് ചെല്ലണം എന്നൊക്കെ പറയാം. അത്രയൊന്നും വിവരക്കേടല്ല ഞാൻ പറയുന്നത്. ഇമാതിരി ആൾക്കാരെ, നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അതൊരു നമ്മുടെ ഒരു പവർ തന്നെ, അത് ഒരു പവർ തന്നെ ആ മനുഷ്യൻ. അങ്ങനെയല്ല പറയുന്നത്. ഈ വർഗീയ വിഷം ചീറ്റുന്ന ഈ പൊളവനെയും ചേനയും കടുപിടി സാധനങ്ങളെയൊക്കെ ദൂരെ കളയണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ രാജ്യത്തിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ഇപ്പൊ രാജ്യം ഭരിക്കുന്ന സർക്കാർ എന്ത് തോന്നിവാസം കാണിച്ചാലും ഞാൻ അതിന് കൂട്ടുനിൽക്കണം. അല്ലെങ്കിൽ എന്നെ പിടിച്ചിട്ട് അങ്ങ് രാജ്യദ്രോഹികളുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ഒക്കെ അങ്ങ് ആക്കും ഇവിടുത്തെ ഈ ഞാനൂലുകൾ. പിന്നെ ഞാൻ ഇവരോട് പറയുക, നിങ്ങൾ വർഗീയ വിഷങ്ങളാണ്, നിങ്ങൾ വർഗീയ വിഷം ചീറ്റുന്നു, നിങ്ങൾ വിഷപ്പാമ്പുകളാന്നൊക്കെ പറഞ്ഞാൽ ഇവറ്റൊക്കൊന്നും പിടിക്കത്തില്ല. ഇവറ്റകൾക്ക് അതൊക്കെ അങ്ങ് കെറുവാങ്ങ് അങ്ങ് മിണ്ടത്തില്ല. പിന്നെ അവർ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ആയിരിക്കും പിന്നെ പറയുന്നത്. നമ്മളെ പിടിച്ചങ്ങ് തീവ്രവാദിയാകും. ഇവിടെ ഒരു നെയിം പ്ലേറ്റ് ഒക്കെ അടിക്കും, തീവ്രവാദി ലതീഷ്. അതും പറ്റിയില്ലല്ലോ. ഇവിടെ വരുന്നൊരു വേറൊരു ടീമുണ്ടല്ലോ, ഇ ഡി എന്നും പറഞ്ഞിട്ടൊരു ടീം, നമ്മുടെ വെള്ളക്കാറയിലും ഇന്നോവയ്ക്കകത്തുമൊക്കെ വരുന്ന ഒരു ടീം. അവരെ വിടും. ഇവിടെ വന്നിട്ട് എന്താ പൊട്ടത്തേങ്ങ എടുക്കാൻ, എനിക്കൊന്നുമില്ല കൊണ്ടുപോകാൻ. എന്നിട്ട് ഇതൊക്കെ ഒരു വാർത്തയാക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഹാഷ്ടാഗ് വിടും, മൈ നേഷൻ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി. കിഡിലോസ്കി. ഇതാരുടെ രാഷ്ട്രമാണ് ഇത് നമ്മുടെ എല്ലാവരുടെയും രാജ്യമാണിത്. നമുക്കെല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് നമ്മൾ ആലോചിച്ച് വേണം പറയാൻ. ഈ ജാതിയും മതവും അല്ലെങ്കിൽ വസ്ത്രവും ഭക്ഷണവും ഒക്കെ നോക്കി മനുഷ്യന്റെ ആ മനസ്സിലോട്ട് നിങ്ങൾ ഈ വിഷം കുത്തി വെക്കുമ്പോഴേ അന്നേരം അത് തിരിച്ചറിയുന്ന പിള്ളേരൊക്കെ ആയി നിങ്ങളൊക്കെ അങ്ങ് പോയി പാവിരിച്ച് വല്ല മൂലയിലും കിടക്കേണ്ട സമയമായി. ഒതുങ്ങ്.
നമ്മുടെ പിള്ളേരൊക്കെ അങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവരെ ഉടനെ ഒരു പേരം കിട്ടും, ആന്റി നാഷണൽ സ്റ്റുഡൻസ്. കൊള്ളാം. അവരെക്കുറിച്ച് പിന്നെ പാകിസ്ഥാൻ, അമേരിക്ക, അങ്ങ് അഫ്ഗാനിസ്ഥാൻ, അങ്ങ് ഉഗാണ്ട, അങ്ങ് പോയി അന്വേഷണം, അങ്ങ് പോയി എല്ലാ മേഖലകളിലോട്ടും അങ്ങ് പോയി ഇവരെക്കുറിച്ച് അന്വേഷണം. ഈ പിള്ളേർ ഇത് ബാക്കി കൊണ്ട് പോലും വക വെച്ചില്ല. അവരെന്ത് ചെയ്തു? അവർ മുദ്രാവാക്യം വിളിച്ച്. അവർ ആന്റി നാഷണലിസ്റ്റ് ഒന്നും അല്ല, അവർ ഈ രാജ്യത്തുള്ളവരായിട്ട് തന്നെ നിന്ന് സ്റ്റാൻഡ് ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് ഇപ്പം താണ്ട ഒരു മന്ത്രിയെ രാജിയും വെപ്പിച്ച്. പുള്ളി കട്ടയും പടവും മടക്കി പോയി. എന്നത്തെ പോലെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഒരു വട്ടമേശ സമ്മേളനം, അത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചർച്ച. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജൻസി പിള്ളേരുടെ അടുത്ത് വല്ലതും വില പോകുമോ? അവന്മാർക്ക് ഇതൊക്കെ വല്ലതും അറിയാവോ? അവന്മാർക്ക് നടപടി വേണം, അവർക്ക് എന്തോ ആക്ഷൻ, അതാണ് വേണ്ടത്. അല്ലാതെ ഈ ചർച്ചയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ചായയൊക്കെ നിരത്തി വെച്ചുള്ള ഒരു സംഭാഷണമൊന്നും അല്ല അവർക്ക് ഇഷ്ടം. അവർക്ക് നടപടിയാണ് ഇഷ്ടം, ആക്ഷൻ. അവരത് ആ ആക്ഷനുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് അവരുടെ ആദ്യത്തെ ആ ചവിട്ടുപടി ചവിട്ടാൻ അവർക്ക് ഇട വന്നത്. ഒരു മന്ത്രി അവർ രാജിവെപ്പിച്ച്, അവർ പറഞ്ഞ മന്ത്രിയെ തന്നെ അവർ രാജിവെപ്പിച്ച്. പ്രധാനൻ ഇപ്പം ഒരു പ്രധാന്യവും ഇല്ലാതായില്ലേ? ഇപ്പൊ ഈ ജൻസി പിള്ളേരൊക്കെ പറയുന്ന ഒരു മുദ്രാവാക്യം പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, കള്ളന്മാരെ വാഴിക്കില്ല, സ്വേച്ഛാധിപതികളെ വാഴിക്കില്ല, ഈ എന്തുവാ മതം പറയുന്നവരെ വാഴിക്കില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഇവിടെ ഞങ്ങളാണ് വാഴേണ്ടവരെന്ന് ജൻസി പിള്ളേർ ഉറപ്പിച്ച് തന്നെ വെച്ചേക്കുക. അത് ഓർത്തിട്ട് ഈ കാരണവന്മാരെ നിങ്ങൾ അഭിമാനം കൊള്ളുക, അല്ലാതെ നിങ്ങളില്ല കുത്തിത്തിരിപ്പായിട്ട് നിൽക്കാതെ അതിനകത്ത് അഭിമാനം കൊണ്ട് ജീവിക്കുക. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം അവിടെ ജനിച്ചു വളർന്ന എല്ലാവരുടെയും രാജ്യമാണ്, അല്ലാതെ ചില വ്യക്തികളുടെയോ ചില മതങ്ങളുടെയോ ചില സംഘടനകളുടെയോ അല്ല. ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അവകാശ സ്വാതന്ത്ര്യമുണ്ട്, അറിയാനുള്ള അവകാശമുണ്ട്, എല്ലാം ഉണ്ട്. വസ്ത്രം ധരിക്കാനും കഴിക്കാനും ഭക്ഷണത്തിലും എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. ഇതിനകത്തൊക്കെ ഇട്ട് പിന്നെ മറ്റേ ചാണകം വാരി എറിയാനോ അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊന്നും അതൊന്നും വാരി എറിയാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. ജെൻസി എന്ന് പറയുന്നത് സുമ്മാവാ.